യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി, ഇന്നത്തെ വീടിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ. എന്താ പ്രത്യേകത? വിപിൻ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ എടുക്കാൻ സപ്പോർട്ട് ചെയ്തത് ആരാ? നമ്മുടെ ഭർത്താക്കന്മാർ. അപ്പം നമ്മുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി നമുക്ക് ഇന്നൊരു കണ്ടന്റ് എടുത്താലോ? ഓക്കെ. അപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അപ്പോൾ എല്ലാ ഓട്ടോ തൊഴിലാളികൾക്കും വേണ്ടി നമ്മൾ ഈ വീഡിയോ സമർപ്പിക്കുന്നു. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് കാണാം. നല്ല കല്യാണം അല്ലേ? എന്തെന്നാ ജനോ അങ്ങനെ സദ്യയോ സ്വർണ്ണാന്നൊക്കെ അതിന്റെ അപ്പുറം. ഞാൻ വിചാരിച്ചു സാധാരണ ഒരു ഓട്ടോറിക്ഷക്കാർക്ക് ഇങ്ങനെയെല്ലാം കല്യാണം കഴിക്കാനാവുക. പക്ഷെ ഓരോ സ്വഭാവം അനുസരിച്ച് മോളെ എല്ലാരും പോവും. അത്രക്കാല സ്വഭാവല്ലേ. പെണ്ണ് നല്ല ഭാഗ്യം ചെയ്ത പെണ്ണ. നല്ല ചെക്കനെയും കിട്ടീന്. പക്ഷേങ്കില് പിന്നെ നമുക്ക് ഇരിക്കാൻ കസേരയൊന്നും കിട്ടില്ല. ഞാൻ വിചാരിച്ചു എന്നാ നല്ല അടിപൊളി സദ്യക്കാന്ന് പന്തലെല്ലാം ഇതാക്കില്ലേ, ഗ്രൗണ്ടെല്ലാം വൃത്തിയാക്കി പന്തലെല്ലാക്കിയില്ലേ. ചെക്കന്റെ വീട്ടുകാർ നല്ല സ്വത്തുള്ള ആൾക്കാരാ. ഓരോ എത്ര സ്വർണം കൊടുത്തിന്. ഞാൻ പോട്ടെ അതിന് പോലെ വാ, മഴയില്ല, വാ വീട്ടിൽ കയറ്റോ, വാ. എല്ലാ പണിയൊന്നും ഒരുങ്ങിയിട്ടില്ലേ? വാ, പിള്ളേർക്ക് പോവാ, കേറി. നീയല്ലേ ഉള്ളു അല്ലേ? പിന്നാരാ ഞാനല്ലാണ്ട്. ഞാൻ കണിഞ്ഞാ വിട്ടണേ. വേണ്ടടോ, ചോറ് നാടല്ലേ. അല്ല ലൈറ്റ് വേണ്ട. പാല് വെക്കട്ടെ. പ്രവീണ പെണ്ണ് വിളിക്കുന്നത്, എടുത്തോ പറ്റേ. ഹലോ, എന്താണ്? അല്ലടേ, നിന്നെ കല്യാണം പോയിട്ട് പിന്നെ കാണാനി. വീട് എപ്പാട് പോയിനി? ഈ ചെക്കൻ്റെ ഒക്കെ പോയിനാ? ഞാൻ പോയിട്ടാണേ. ഞാൻ എപ്പാട് ഇങ്ങോട്ടേക്ക് വന്ന്. ഞാനും നല്ല ചെങ്ങായി ഉണ്ടല്ലേ. നമ്മൾ രണ്ടാളും കൂടി എപ്പാട് ഇങ്ങോട്ടേക്ക് വന്ന്. പിന്നെ വേറെന്തെല്ലാം പോയിട്ട് വിശേഷം? അങ്ങ് അതെയാ, എന്നാണ് സ്വർണ്ണല്ലേ പെണ്ണിന്? നല്ല സ്വർണ്ണുണ്ട്. അതെയാ, നമ്മളറിയില്ല കേട്ടാ. വീട് സ്ഥലം ഇതാക്കില്ല, പണയം വെച്ചിട്ടാ. ഓ, അങ്ങനെയാണല്ലേ. ആണേ. എന്നാ നീ കല്യാണം കഴിഞ്ഞിട്ട് നേരെ കൂടി വരും. അന്നിട്ട് വരണായിരിക്കാം. ആയിക്കോട്ടെ, വരുന്നില്ലല്ലോ. എന്നാ ശരി. ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം വർത്താനം പറയട്ടെ. എന്നാ ശരിയാണേ. രജീനിയാണേ. അതുപോലും നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ല കേട്ടോ. ആൾക്കാർ വീട് സ്ഥലം വെച്ചിട്ട് പോകണേ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലാണ്ട് പോലും സാധാരണ ഓട്ടോ ഓടിച്ചിട്ട് ഇവർക്ക് ഇങ്ങനെ ഗംഭീരമായിട്ട് പൈസക്കാരാക്കുന്ന കല്യാണം. എത്ര ഇന്ന് വന്ന ജനത്തിന്റെ ഇത് എണ്ണോ നീ കണ്ടിനാ? തിക്കും തിരക്കുമായിട്ട്. പക്ഷെ എന്നാലും നമുക്ക് എല്ലാം ഒപ്പിച്ച് പോകാനും ബസ്സിലായാലും നിങ്ങൾക്ക് അങ്ങ് വന്നൂടേനുവാന്ന്. എല്ലാം എന്നിട്ട് ഓളിങ്ങ് വന്ന പോലോ? ഇല്ല, വന്നില്ല. അവള് പറയാ ആടെ ഇല്ലത് തിരക്കാന്ന്. ഗാഡി നല്ല തിരക്കും. ഒരാളി പറഞ്ഞു കഴിച്ചിന് നല്ല തിരക്കാന്ന്. ചെക്കന്റെ വീടെല്ലാം അങ്ങനെ പോലും അടിപൊളി വീടുന്നല്ലോ പറഞ്ഞേ. നല്ല ജോലിക്കാരനല്ലേ? നല്ല ജോലിക്കാരനെല്ലാം കിട്ടീന്. സാറിനെ രക്ഷപ്പെടട്ടാണ്. എങ്ങനെയാന്ന് പാവോ. ഇങ്ങനെ സ്ഥലവും ഇതെല്ലാം പോയി വീടെല്ലാം വെച്ചിട്ടാ കല്യാണം കഴിക്കും. നമ്മളെ ഞാൻ എന്നോട് പറഞ്ഞു എന്തോ എല്ലാണ്ടായിരുന്ന ഒരു സാധാരണ വർഷക്കാരനല്ലേ ഇങ്ങനെയല്ല ആവുക. രാവന്തിയോളം നയിച്ചു കഴിഞ്ഞാൽ എന്നാ കിട്ടുക? വീട്ടിലെ ആളെല്ലാം എനിക്ക് അറിഞ്ഞൂടെ ബിബി? നമ്മൾ എത്ര കാലമായി വീടെടുത്തിച്ച് ഒരു വീട്ടിൽ കൂടുതൽ വരെ കഴിച്ചില്ല. ഇവരെല്ലാം പറയുന്ന ആൾക്കാർ രാവിലെ പോയി കഴിഞ്ഞാല് ഒരു കൂലിയെല്ലാം ആയി വരണ്ടിക്ക് തന്നെ എത്ര സമയം എടുക്കും. ഇന്നത്തെ കാലം എത്ര വണ്ടിയുണ്ട്. കാണാൻ വണ്ടിയൊന്നല്ല, ഇഷ്ടംപോലെ വണ്ടിയില്ലേ. ഇന്ന് വണ്ടിയില്ലാതാരല്ലേ? പെട്രോളിനോ പൈസ പണ്ടെല്ലാങ്കിൽ കുറവേനും പെട്രോളിന്. ഇപ്പൊ പെട്രോളിനും വില കൂടിയില്ലേ? പറയാനുണ്ടോ? രാവിലെ പുലച്ചക്കലം പോയി കഴിഞ്ഞാൽ ചില സമയത്ത് നല്ല പണി ഉണ്ടാവും, ചില സമയത്ത് പണിയേ ഉണ്ടാവില്ല. ഓരോ ദിവസം കരഞ്ഞോണ്ടല്ല വീട്ടിൽ വരിക. പിന്നെന്നാണെ പണി കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കൂലി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ അവരെ ചെലവ്, അടുത്ത ചെലവ്, വീട്ടിലേക്കുള്ള ചെലവ്. വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പെട്രോള് അത് അടിക്കണം. വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഫീസായിക്കോട്ടെ, എണ്ണ, പിന്നെ ഗ്യാസ്. അതിന് എനിക്കൊരു കാര്യം ചെയ്യാറാണ്. ഒരു കലക്ഷൻ ചേരുക. ആരെങ്കിലും വരൂലേ വീട്ടിൽ ബാങ്കിലെ കലക്ഷൻ, അതിന് ചേരുക. എന്നാലും നീ തന്നെ ഒരു പൈസ ഇട്ട് വെച്ചാൽ തന്നെ അവർക്ക് നമുക്കൊരു സഹായം ആവൂലേ? ഇവിടെ നമ്മളെ സ്റ്റാൻഡില് കളക്ഷനകത്ത് ഇവർ ചേർന്നിട്ടുണ്ട്. ഓരോ വണ്ടി സ്റ്റാൻഡിലുണ്ട് പോലും കളക്ഷൻ എടുക്കാൻ പറ്റുന്ന പെണ്ണുങ്ങൾ ആടെ ചേർന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് പൈസ ആയി വരുമ്പോ നമ്മളൊരു സന്തോഷിക്കും. ഓരോ 7 റുപ്യ 8 റുപ്യ ആകുമ്പോഴത്തേക്ക് കണക്കായിട്ട് വണ്ടിക്ക് എന്തെങ്കിലും സൂക്കട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് അതും അതിന്റെ കൂട്ടത്തിൽ ഒരു 6 കൂടി കുറച്ച് വേണ്ടി വരും. വർഷമൊക്കെ ഒന്ന് ഇറക്കെ. ഇതാണ് നമ്മളെ അവസ്ഥ.
സാധാരണക്കാരനായ ആൾക്കാർക്ക് എന്ന് വെച്ചാൽ പണിക്ക് പോയിച്ചാകുമ്പോൾ ഓനൊരു ഫിക്സ്ഡ് പൈസ ഉണ്ടാവും. ഉച്ചപ്പണിക്ക് ഇത്ര, മൂന്നിപ്പണിക്ക് ഇത്ര. പക്ഷെ ഓട്ടോക്കാരന് അതില്ല. ഓൻ പോയിച്ച് ഓൻ്റെ സാമർത്ഥ്യം പോലെ പൈസ ഉണ്ടാക്കലാണ്. അപ്പോൾ ഒരുപാട് വണ്ടീൻ്റെ ഉള്ളിൽ നിന്ന് ബേക്കുന്ന ഒരു വണ്ടി പോയി, 2 വണ്ടി പോയി എന്നിട്ട് ഉന്തി 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 വന്നിച്ചാണ് ഒരു 30 ഉറുപ്പ്യൻ്റെ ഓട്ട ചിലപ്പം കിട്ടുക, ചിലപ്പോൾ ലോങ് കിട്ടും. അത് നമ്മളെ ലക്കി ബമ്പർ പോലെ ഇരിക്കും. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ക്ഷീണം പിടിച്ച് അങ്ങനെ ആവുകയും ചെയ്യും. അത് കാണുമ്പോഴാണ് റോഡിന്റെ കാര്യം നീ പറയാണ്ടിരിക്കുന്ന ഏറ്റവും നല്ല. ടയറും വണ്ടീന്റെ എല്ലാ സാധനങ്ങളും പോകും. ഇന്നത്തെ കാലത്തെ കട്ടർ റോഡിലൂടെ പോയിനെങ്കിൽ വണ്ടീൻ്റെ കാര്യം പോക്കാം. അതെല്ലാം പോട്ടെ, എനിക്കൊരു കാര്യം കേൾക്കണ. ഇവരെ ഇതിനടക്ക് പിന്നെ ഇരുട്ടിയിൽ ബാറില്ല എനിക്കറിയില്ലേ, ആടുന്ന് ട്രിപ്പ് വിളിച്ച് ഇവര് പിന്നെ ഒരു കുടിച്ച് നല്ലോണം കുടിച്ച് ആയ ഒരാളാണ്, പൂസായിട്ടിരിക്കലാണ്. ഇവർ ട്രിപ്പ് വണ്ടിയെ കയറ്റി ഇയാളെ കൊണ്ടുപോയി. ഇയാളെ ഒരിക്കൽ പറഞ്ഞ് ഇയാളെ വീട് അങ്ങാന്ന്, പിന്നെ പറഞ്ഞ് വീട് ഇങ്ങാന്ന്, പിന്നെ പറഞ്ഞ് അതിന് അപ്പുറാന്ന്. ലാസ്റ്റ് ആറിലെ ഫാമിലാണ് പോകേണ്ടത്. ഇവർ ഓയന്ന് അങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാരോട് കംപ്ലീറ്റ് ചോദിച്ച് ഇയാളെ വീട് ഏതാണ്. ലാസ്റ്റ് ഒയ്യാനെ കൂടി പറഞ്ഞു. പോകുമ്പോൾ ഇയാൾക്ക് മുണ്ടില്ല, ഇയാളെ പേഴ്സില്ല, കംപ്ലീറ്റ് വാളെല്ലാം വെച്ച് വണ്ടിയിൽ ഇതാക്കി. ലാസ്റ്റ് പൈസ ചോദിക്കും, ഇയാൾക്ക് ബോധവും ഇല്ല, കഥയുമില്ല. പിറ്റേന്ന് രാവിലെ സ്റ്റാൻഡിൽ വന്നിച്ച് ഇവരോട് പോയപ്പോ അന്റെ പൈസ എടുത്തു, അന്റെ അതും എടുത്തു, അന്റെ ഇതും എടുത്തു. പൈസ നമുക്ക് നമ്മളെ ഓർമ്മയുണ്ട്, ആരും ഓട്ടോ പിടിച്ചിരുന്നല്ലോ. ഇയാളെങ്ങനെയോ കണ്ടുപിടിച്ചു. അപ്പൊ ഇയാൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല ഫിറ്റായി നോക്കുമ്പോൾ പിന്നെ സ്റ്റാൻഡിൽ വന്നിട്ട് എന്റെ പൈസ എടുത്തു, നീ എന്റെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി നോക്കാം. പൈസയും കാര്യങ്ങളെല്ലാം ബാറിൽ തന്നെ ഉണ്ട്. ബാറുകാരോട് അന്വേഷിച്ചാലും ബാറുകാർ തിരിച്ചു കൊടുക്കും. ഇതാണ് ഇപ്പൊ നമ്മളെപ്പോഴത്തെ ഓട്ടോക്കാരെ പിന്നെ അവസ്ഥ. നമ്മളെല്ലാം വിചാരിക്കും ഈ ഓട്ടോക്കാർക്ക് നാമി ഓടിക്കളി ഇതാക്കാം. പക്ഷെ ഇതില്ലേ കഷ്ടപ്പാട് പറയാനുണ്ടാവും. പണിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. അത് മാത്രം നമ്മൾ ഈ മാനസികമായിട്ടുള്ള കഷ്ടപ്പാടിന് പുറമെ ഗവൺമെന്റിന് നമ്മൾ ടാക്സ് അടക്കണം, വണ്ടിക്ക് എല്ലാ വർഷവും ബ്രേക്ക് എടുക്കണം, ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള എല്ലാ ന്യൂനമരങ്ങളും വേറെയും ഉണ്ട്. ബ്രേക്കിനെല്ലാം ഒരു ഓട്ടോറിക്ഷ കയറ്റുകയെന്ന് വെച്ചാൽ മാക്സിമം പോയാൽ എന്തായാലും ഒരു 10-30,000 റുപ്യ 40,000 റുപ്യ ആ റേറ്റിലാണ് വണ്ടീന് പണി വരിക. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഓറ പാവോ അല്ലേ, എത്ര കാലങ്ങളായി കഷ്ടപ്പെടുന്നു. ഈ വയസ്സാം കാലം എവിടെയും കടന്നുറങ്ങുന്ന സമയത്തല്ലേ വീടും പറമ്പും പണയം വെച്ചിട്ടും ആക്കിയിട്ടും നമുക്കെല്ലാം പൊമ്മക്കളുണ്ടാവും. പേടിയാവുകയെന്ന് എങ്ങനെയാണ് കല്യാണം എല്ലാം കഴിച്ചു വിടേണ്ടത്. ഒരു വീട് വരെ മര്യാദയ്ക്ക് ആയിട്ടില്ല, കടവും ബാധ്യതയും ഓരോ പ്രശ്നങ്ങൾ. പിന്നെ ആരോട് പറയും, നന്നോട് അതിനെ പറയുന്നേ. അതെ, അതിനോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ എല്ലപ്പാ സമയം ഒരുപാടായില്ല, ഞാൻ പോട്ടെ. മര്യാദക്ക് പൈസ കിട്ടിക്കോട്ടെ കല്യാണം കഴിച്ച്. എന്നാ പിന്നെ കാണാണേ. ശരി.